അടുത്ത കേൾക്കാം. അസ്സലാമു അലൈക്കും. എനിക്ക് ജിന്നുവിവാദമായിട്ടുള്ള സക്കരിയ ഇസ്ലാഹി ഒരുപാട് വേദികളിലും ഒരുപാട് സ്ഥലത്തും പ്രസംഗിച്ച് അതിൽ സക്കരിയ ഇസ്ലാഹിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? സക്കരിയ ഇസ്ലാഹി സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും മൗലവി സ്വീകരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, യാ ഇബാദല്ലാഹ് ആയുനൂനി, ഈ ഹദീസ് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയാറുണ്ട് ഇത് ലഈഫാണെന്ന്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലഈഫായ ഒരു ഹദീസ് വെച്ച് അതിന്റെ വിശദീകരണത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലഈഫ് എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ച്. പിന്നെ അത് വിശദീകരിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരുഭൂമിയിൽ ചെന്നപ്പോ ഹജ്ജിന് പോയപ്പോ അങ്ങനെ പല വാക്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വെച്ച് വഴി നഷ്ടപ്പെട്ട സമയത്ത്, വഴി തിരിയാത്ത സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ദല്ലൂന തരി, എനിക്കാരെങ്കിലും വഴി കാണിക്കണേ, അവിടെ മലക്കെന്നോ ജിന്നെന്നോ പറഞ്ഞതായ തെളിവോ ഹദീസോ ഉണ്ടോ? അതും ഉണ്ടെങ്കിൽ ഒന്ന് മൗലവി പറയണം. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഒരു മുജാഹിദ് പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ഇസ്ലാഹി പ്രവർത്തകനിക്ക് ജിന്നു ബാധ ഏറ്റതായി തോന്നിയാൽ അയാൾ റുഖിയ ശർഇയ്യ അനുസരിച്ച് അയാൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അള്ളാഹുയുടെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബാധ സംഭവിച്ചാൽ അത് ആ റുഖിയ ശർഇയ്യ നിബന്ധനയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് മാറിയില്ലെങ്കിൽ അദ്ദേഹം ആ ലെവലിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഇസ്ലാമിക വിധി എന്താണ്? അതും ഒന്ന് തെളിച്ചു പറയണം. 4 കാര്യമാണ് സഹോദരൻ ചോദിച്ചത്. ഒന്ന്, സക്കരിയ ഇസ്ലാഹി പറഞ്ഞ എല്ലാ സംഗതികളും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. ഞാനൊരിക്കലും കൂടെ കൂടിയത് സക്കരിയ ഇസ്ലാഹിന്റെ കൂടെ അല്ല. ഞങ്ങൾ ആരും കൂടിയത് സ്വലാഹിന്റെ കൂടെയല്ല. നമ്മൾ ആരും കൂടേണ്ടതും സ്വലാഹിയുടെ കൂടെയല്ല, പ്രമാണങ്ങളുടെ കൂടെയാണ്. ആ കൂട്ടത്തിൽ സ്വലാഹി ഉണ്ടെങ്കിൽ നമ്മളും സ്വലാഹി ഒപ്പുണ്ടാകും. ആ കൂട്ടത്തില് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ചുണ്ടാകും. ആ കൂട്ടത്തിൽ സാക്ഷാൽ കാന്തപുരമുണ്ടെങ്കിലോ അവിടെ ഒപ്പുണ്ടാകും. ആ കൂട്ടത്തിൽ ഇല്ലെങ്കിലോ വിട്ടോളൂ പറയും ചെയ്യും. സക്കരിയ സ്വലാഹി നാളെ പ്രമാണത്തിനപ്പുറം നമ്മൾ എന്താ പറയാ, അതിപ്പോ സ്വലാഹി പറഞ്ഞതല്ലേ, ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ എന്ന് പറയോ? ഇല്ല, സ്വലാഹി അസ്സലാമു അലൈക്കും, ഇനി വണ്ടി വിടാം എന്ന് പറയും. അപ്പൊ അതാണ് നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ സ്വലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ പറഞ്ഞത് അതെല്ലാം അംഗീകരിക്കുന്നു. അതിനെതിരായി വല്ല പരാമർശവും വല്ലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും അംഗീകരിക്കില്ല, അംഗീകരിക്കാൻ പാടില്ല. ഇനിയിപ്പോ ഞാനിവിടെ പ്രസംഗിച്ചു, മാലിക് സലഫി പ്രസംഗിച്ചു, ഇതെല്ലാം അംഗീകരിക്കുക വെച്ചാലോ എവിടെയെങ്കിലും വല്ല അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അതും അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. തെറ്റുപറ്റിയെന്ന് പറയണം, ഒരു കുഴപ്പമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദർശ രംഗത്തെ വ്യതിരിക്തതയും അതാണല്ലോ. ആര് പറഞ്ഞാലും തെറ്റ് എന്ന് പറയും. ശരിയാണോ? ആ ശരി സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ സഹോദരന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ പ്രസക്തമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സ്വലാഹി പറഞ്ഞ എല്ലാ കാര്യവും അംഗീകരിക്കാമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, അംഗീകരിക്കാൻ പാടില്ല. അദ്ദേഹം പ്രമാണത്തെ സ്ഥാനത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളൊക്കെ സ്വീകരിക്കുള്ളൂ. അല്ലാത്തത് പറഞ്ഞാൽ സക്കരിയ സ്വലാഹി അല്ല, അതിനപ്പുറം ആര് പറഞ്ഞാലും നമുക്കത് സ്വീകാര്യവും അല്ല. ഒന്നത്. മറ്റൊന്ന്, യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് ലഈഫാണല്ലോ. ലഈഫായ ഹദീസിൽ പിന്നെ ചർച്ച ചെയ്യാൻ എന്താ ആവശ്യമുണ്ട്? ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞത് ഈ ഹദീസിനെ ചർച്ചയാക്കല്ലേ, ഇത് ഇടങ്ങാറാക്കല്ലേ, ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ചില മനുഷ്യന്മാർ അത് വീണ്ടും കൊണ്ടുവന്നു. ആളുകൾക്ക് മേലെ ശിർക്ക് കെട്ടിവെക്കാൻ വേണ്ടി ദുർബല ഹദീസുമായി ചില മനുഷ്യന്മാർ ഇറങ്ങി. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു ഇത് ലഈഫ് ഹദീസാണ്, നിങ്ങൾ എടുക്കല്ലേ, ഇത് നിങ്ങൾ കൂടെ കൂട്ടല്ലേ എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഹദീസ് ലഈഫായാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ സംസാരമില്ല. അതുകൊണ്ടാണല്ലോ മുൻഗാമികൾ പലരും ചെയ്തുവെന്ന് നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസിൽ നിന്ന് വരെ ഹസനായ നിലയ്ക്ക് റിപ്പോർട്ടുണ്ടായിട്ടും ഇമാം തൊബറാനി അംഗീകരിച്ചിട്ടും ഇമാം ബൈഹഖി അംഗീകരിച്ചിട്ടും ഇമാം അഹ്മദ് അതുപ്രകാരം പ്രാവർത്തികമാക്കിയിട്ടും നബവിയും അദ്ദേഹത്തിന്റെ ഉസ്താദുമാരും അത് പ്രാവർത്തികമാക്കിയിട്ടും ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും ഷൗക്കാനിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നമ്മൾ പറഞ്ഞു ചെയ്യാൻ പാടില്ല.
എന്തുകൊണ്ട്? ഹദീസ് ദഈഫായതുകൊണ്ട്. അതാണ് നമ്മുടെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവരൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ നമ്മൾ വേണമെന്ന് നോക്കണ്ട. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്നത്. ഇവരൊക്കെ ചെയ്താലും ചെയ്യാൻ പാടില്ല, കാരണം അത് സ്വഹിയല്ല. പിന്നെ എന്തിന് ചർച്ച വന്നു? ആ ചോദ്യം ഈ വേദിയിലേക്കല്ല വരേണ്ടത്, ചർച്ച കൊണ്ടുവന്ന ആളുകളോടാണ് ചോദിക്കേണ്ടത്. പക്ഷെ ചർച്ച കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായും യാഥാർത്ഥ്യം എന്ത് എന്ന് പറയേണ്ടി വന്നു. ആദ്യം ഇത് കൊണ്ടുവന്നു ഖുറാഫികൾ, ഷിയാക്കൾ കൊണ്ടുവന്നു, സൂഫികൾ കൊണ്ടുവന്നു, നമ്മുടെ നാട്ടിൽ സമസ്തക്കാരും കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? അഭൗതിക വിളിയെ സ്ഥാപിക്കാൻ, അഭൗതിക വിളിയെ സ്ഥാപിക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് അഭൗതിക വിളി അല്ല, അഭൗതിക വിളിയല്ല. അതുകൊണ്ട് അഭൗതിക വിളിയെ സ്ഥാപിക്കണോ? അതിന് വേറെ തെളിവുതാ. ഇത് തെളിവ്, അതിന് തെളിവല്ല. ഏതുപോലെ സ്ഥിരമായി നമ്മൾ പറയുന്ന ഉദാഹരണം ഉണ്ടല്ലോ, ഒരു ചത്തപോത്ത്. അത് തന്നെയാണ് ഇതിലും പറയാനുള്ളത്. പോത്തിനെ പേപ്പട്ടി കടിച്ച് ചാകാൻ കിടക്കുമ്പോ ഇതൊന്നും അറിയാതെ പോത്ത് കിടന്ന് പിടക്കുന്നത് കണ്ടപ്പോ ഒരു മുസ്ലിയാർ കത്തിയെടുക്കാൻ വേണ്ടി വീട്ടിൽ കൂടി. അയാൾ കത്തിയുമായി വന്നു. അപ്പൊ മറ്റൊരു മുസ്ലിയാർ കണ്ടു, എവിടുക്ക ഉസ്താദെ നിങ്ങള്? ഞാൻ ആ പോത്തിനെ അറക്കാൻ പോവുക, അടുത്ത അതിന്റെ മാംസം എടുത്താ ഇപ്പൊ എനിക്ക് കുറുമ വെക്കാം എന്ന് മൂപ്പരവാദം. അപ്പൊ ഈ മുസ്ലിയാർ പറഞ്ഞു, ഉസ്താദ് അത് കുറുമ വെക്കാൻ പറ്റൂല, ആ പോത്ത് ചത്തിട്ടുണ്ട്. ഏയ് ചത്തിട്ടില്ല, ഞാൻ കത്തിയെടുക്കാൻ പോകുമ്പോ വരെ ഇത് പെടയുന്നത് കണ്ടതാ, പിന്നെ എങ്ങനെ ചത്തു സമ്മതിക്കുക? അതൊക്കെ ശരി ഉസ്താദ്, നിങ്ങൾ പോകുമ്പോ കണ്ടിരുന്നു, പക്ഷെ അതിന് ശേഷം ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ തർക്കം, ചത്തോ ചത്തില്ലേ. അതിലിടപെട്ടൊരു മുജാഹിദുകാരന് പറയേണ്ടി വരും, ഉസ്താദുമാരെ ഞങ്ങൾ രണ്ടാളും വേഗം വിട്ടോളി. കാരണം സാധനം ചത്തു, ഇനി ജീവൻ എന്ത് വിചാരിക്കാം, ചത്തിട്ടില്ല എന്ന് വിചാരിക്കാം, എന്നാലും ഈ സാധനം ചെയ്യാൻ പറ്റൂല, കുറുമ വെക്കാൻ പറ്റൂല. കാരണം പേപ്പട്ടി കടിച്ചതാണ്. അതാണ് യാഴിബാദല്ല. മറ്റോ പറഞ്ഞ ഔലിയാക്കന്മാർ വിളിക്കാൻ തെളിവാണ്. അപ്പൊ ഇവിടെ തർക്കം, അതിന് ഹദീസ് സ്വഹിയാണോ സ്വഹിയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു സ്വഹി ആവട്ടെ സ്വഹി അല്ലാതെക്കട്ടെ, രണ്ടായാലും ശരി, ഇത് ഔലിയാക്കന്മാർ വിളിക്കാൻ തെളിവല്ല. അപ്പൊ പിന്നെ സ്വഹിയാണോ അല്ലേ എന്നതിനേക്കാൾ ഏറെ വിഷയം അതിലുണ്ടോ ഇല്ലേ എന്നതാ പ്രശ്നം. സ്വഹിയായിട്ടും കാര്യമില്ല, ഈ ബുഖാരിയിൽ വന്നിട്ടും കാര്യമില്ല, എവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, ഇത് ഔലിയാക്കന്മാരെ വിളിക്കാൻ തെളിവല്ല. ജീവൻ ഉണ്ടെങ്കിലും കുറുമക്ക് പറ്റൂല. ചില മനുഷ്യന്മാരെ മനസ്സിലാക്കി ചത്തതുകൊണ്ടാണ് കുറുമക്ക് പറ്റാത്തത്. അങ്ങനെയാണ് ഈ കേമ്പന്നൂരൊക്കെ എഴുതിയത്, ചത്തപോത്തിന്റെ മാംസം കൊണ്ട് കുറുമ വെക്കണോ. അപ്പൊ മൂപ്പര് മനസ്സിലാക്കി എന്താ, ചത്തതോട് കുറുമക്ക് പറ്റൂല, ജീവൻ ഉണ്ടെങ്കിൽ പറ്റുന്ന. സ്വഹി ആണെങ്കിൽ ഇസ്തിഗാസ പറ്റും. നമ്മൾ പറഞ്ഞത് സ്വഹി ആണെങ്കിലും ശരി ഇസ്തിഗാസ പറ്റൂല, അത് അല്ലാഹുവോടെ പറ്റുള്ളൂ. ഇത് ആ വിഷയമല്ല, ഇത് ഇസ്തിഗാസ അല്ല. അപ്പൊ ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല, ജീവൻ ഉണ്ടോ ഇല്ലേ എന്നതല്ല പ്രധാനം. ഈ ചർച്ചയിൽ പ്രധാനം എന്താ, സാധനം ഇതിൽ പറ്റോ ഇല്ലേന്നാ. നമ്മളെ സംബന്ധിച്ചോ അഭൗതികമല്ല, എന്നാ പിന്നെ എന്താ വേണ്ടത്, സ്വഹിയാണോ അല്ലേ? അപ്പൊ സ്വഹിയല്ല, നമ്മൾ ഒഴിവാക്കി. ദഈഫാണ്, ഒഴിവാക്കി, തർക്കമില്ല. പിന്നെ ഇമാം അഹ്മദ് ചെയ്തില്ലേ? ശരി, ചെയ്തു. ഇമാം അഹ്മദ് ചെയ്തപ്പോൾ ജിന്നോ മലക്കോ ഉദ്ദേശിച്ചുവെന്നുണ്ടോ? ഇമാം അഹ്മദ് വിളിച്ചതെന്താ, അള്ളാന്റെ അടിമകളെ എന്നാണ്. അള്ളാഹുവേ എന്നല്ല വിളി, യാ അല്ലാ എന്നല്ല വിളി, യാ ഇബാദല്ലാ, അള്ളാഹുവിന്റെ അടിമകളെ, ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് നിങ്ങൾ വഴി അറിയിച്ചു തരൂ എന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഹത്താ വഖഫ്തു അല ത്വരീഖ്, അങ്ങനെ ശരിയായ വഴിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നു. ഹാജരായ അടിമയാണ്, ചാടിപ്പോയ മൃഗത്തെ പിടിച്ചു വെക്കുന്ന അടിമയാണ്. അപ്പൊ മൃഗം ചാടിപ്പോയി, വഴി തെറ്റിപ്പോയി, എങ്കിലൊക്കെ മൃഗത്തെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചില അടിമകൾ വന്ന് പിടിക്കും, അവർ നമ്മളെ കാണൂല, നാം അവരെ കാണൂല. അപ്പൊ ഒരു അടിമ വന്ന് ചാടിപ്പോകുന്ന മൃഗത്തെ പിടിക്കുന്നു, നമ്മൾ അടിമയെ കാണുന്നുമില്ല, അപ്പൊ മനുഷ്യനല്ല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഇമാം ശൈഖ് അൽബാനി പറഞ്ഞു, ഇമാം അഹ്മദ് ഖദ് അമില ബിഹി, ഈ ഹദീസ് പ്രകാരം ഇമാം അഹ്മദ് അമൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്മാരല്ല ഉദ്ദേശിച്ചത്, മനുഷ്യനല്ല വന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമായി. മാത്രമല്ല അമ്പിയാക്കന്മാരാണ് എന്ന് വ്യാഖ്യാനിച്ചപ്പോൾ ഈ പ്രയോഗം വെച്ചിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇത് മനുഷ്യന്മാരേ അല്ല. لأنهما صريحان بأن المقصود بعباد الله فيهما خلق من غير البشر.
മനുഷ്യനല്ലാത്ത സൃഷ്ടിയാണ് ഇവിടെ ഉദ്ദേശം എന്ന് തന്നെ വിശദമായി വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ദഈഫ് ഹദീസ് അമൽ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ലോകത്ത് ആര് ചെയ്താലും നമുക്ക് ചെയ്യുന്ന ആവശ്യവുമില്ല. പിന്നെ വിവാദമാക്കിയവർ ആരാണോ അവർക്ക് അതിന് പിന്നിൽ മറ്റു താല്പര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് 971 സൽസബീൽ എഴുതിയപ്പോൾ വിവാദമാകാത്തത്, 80കളിൽ ഷബാബിൽ വന്നപ്പോൾ വിവാദമാകാത്തത്, അത് 90കളിൽ പുസ്തകമായി പുറത്തിറങ്ങിയപ്പോൾ വിവാദമാകാത്തത്, 2005 ജബ്ബാർ മൊഴി പുസ്തകം എഴുതിയപ്പോൾ വിവാദമാകാത്തത്, 2004 മണ്ണാർക്കാട് സംവാദത്തിന് പറഞ്ഞപ്പോൾ വിവാദമാകാത്തത്, 2001 ഷാർജ മുഖാമുഖത്തിൽ ഹുസൈൻ സലഫി പറഞ്ഞപ്പോൾ വിവാദമാകാത്തത്, 2007 ഇസ്ലാഹിൽ വന്നപ്പോഴും വിവാദമാകാത്തത്, അത് 2009 ജിദ്ദയിലും ജാമിഅയിലും അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞപ്പോൾ വിവാദമാകാത്തത്, 2011 ആലപ്പുഴ ഇസ്തിഖാമയിലും തിരുവനന്തപുരം ആറ്റിങ്ങൽ മുഖാമുഖത്തിലും ബഹ്റൈൻ മുഖാമുഖത്തിലും അനസ് മുസ്ലിയാർ പറഞ്ഞപ്പോൾ വിവാദമാകാത്തത്, 2012 ജനുവരിയിൽ നവവി സമർപ്പിച്ച ഈ പ്രബന്ധത്തിലും ഇത് സ്വഹീഹ് ആണെങ്കിലും അല്ലാഹു അല്ലാഹുവ പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞപ്പോഴും വിവാദമാകാത്തത്, അതിനുശേഷം പിന്നെ വിവാദമായെങ്കിൽ, അല്ലെങ്കിൽ അന്ന് മുതലേ വിവാദം പറയണം. ഉമർ മൊഴി എഴുതിയ അന്ന് മുതൽ പറയണം ഉമർ മൊഴി പഴിച്ചു പോയി എന്ന് പറയണം. അന്നൊന്നുമില്ലാത്ത വിവാദം അതേ വിഷയത്തിന് 2012 ജനുവരിക്കു ശേഷം ഒരു വിവാദമായെങ്കിൽ അപ്പോൾ സ്വാഭാവികം മനസ്സിലാക്കാം ആ വിവാദത്തിന് പിന്നിൽ താല്പര്യങ്ങൾ മറ്റു പലതുമാണ്. അത് നേരത്തെ വിശദത്തിന്റെ അവസാനത്തിൽ അബ്ദുൽ മാലിക് സലഫി സൂചിപ്പിച്ചതുപോലെ സലഫിയത്തെ തകർക്കുക എന്ന, സലഫി ആദർശം പ്രബോധനം ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്നവരാരോ അവരെ സൈഡാക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം തന്നെയാണ് അതിന് പിന്നിൽ ഉള്ളത്. എന്നിട്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരുമായും ബന്ധപ്പെട്ട് ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ട് ഒരു മീഡിയ വണ്ണും അതേപോലെ വർത്തമാനവും ഈ മർക്കസുദാഴയും ഇതെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് സാധനമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ബഹുജന പ്രസ്ഥാനം എന്ന പേരൂട്ടിൽ കൊണ്ടുപോകണമെന്ന ഒരു താല്പര്യം പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് മീഡിയ വണ്ണിൽ ഉദ്ഘാടനത്തിന് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോയിട്ട് പ്രസംഗിച്ചത്. KNM-ന്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ഉംറയ്ക്ക് പോയതാ, അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ട്, പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ഇന്നും വിളിച്ചെന്നോട് പ്രത്യേകം പറഞ്ഞ നിങ്ങൾ പോകണമെന്ന്. അതുകൊണ്ട് KNM-ന്റെ സർവ്വ പിന്തുണയും ഏതിന് ജമാഅത്തിലെ മീഡിയ വണ്ണിൽ. മടവൂരിയോട് ആഹ്വാനം, നിങ്ങൾ KNM നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൂ എന്ന് ഫെബ്രുവരി 1 വിചിന്തനത്തിൽ മടവൂരിയോട് ആഹ്വാനം. അപ്പൊ അങ്ങനത്തെ അജണ്ട ഇവിടെ ഉണ്ട്. ആ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും തടസ്സമായി നിൽക്കുക പണ്ഡിതന്മാരാണ്, പ്രബോധകന്മാരാണ്, ദീനിനെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരാണ്. എങ്കിൽ അവരെ തൽക്കാലം മാറ്റി നിർത്തിയാലും വേണ്ടില്ല, നമുക്കൊരു കൂട്ടുമുന്നണിയായി പോകണമെന്ന ഒരു ദുരുദ്ദേശമുള്ളവർ തലപ്പത്തുണ്ട്. അവരുടെ കളികൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല.